ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ, ASM, CPO, 10th ലെവൽ തുടങ്ങിയ PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം: ഭരണഘടനാ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ കമ്മിറ്റി ഏതാണ്? ഉത്തരം: ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അധ്യക്ഷൻ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അധ്യക്ഷൻ BR അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ: ഭരണഘടനയിൽ എല്ലാവർക്കും സമത്വം ഉറപ്പു നൽകുന്ന അനുച്ഛേദം. ഭരണഘടനയിൽ എല്ലാവർക്കും സമത്വം ഉറപ്പു നൽകുന്ന അനുച്ഛേദം. ഉത്തരം: 14. അനുച്ഛേദം 14. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുന്നത് എങ്ങനെ? ഉത്തരം: ഇലക്ട്രൽ കോളേജിലൂടെ. MLA-മാരും MP-മാരും അടങ്ങുന്ന ഇലക്ട്രൽ കോളേജിലൂടെ. അടുത്ത ചോദ്യം: പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടന പുനഃപരിശോധന ഏത് ഭേദഗതിയിലൂടെ? പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടന പുനഃപരിശോധന ഏത് ഭേദഗതിയിലൂടെ? ഉത്തരം: 73-ാം ഭേദഗതി. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ പുനഃപരിശോധന ഏത് ഭേദഗതിയിലൂടെ? 73-ാം ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ: പതാക നിയമം ഭരണഘടനയുടെ ഭാഗമാണോ? പതാക നിയമം ഭരണഘടനയുടെ ഭാഗമാണോ? ഉത്തരം: അല്ല. പതാക നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല. അടുത്ത ക്വസ്റ്റ്യൻ: അനുച്ഛേദം 370 എന്തിനെ കുറിച്ചാണ്? അനുച്ഛേദം 370 എന്തിനെ കുറിച്ചാണ്? ഉത്തരം: ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കൽ. അനുച്ഛേദം 370 ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ: അശോകന്റെ കലാശാസനങ്ങൾ എഴുതിയ ഭാഷ ഏത്? അശോകന്റെ കലാശാസനങ്ങൾ എഴുതിയ ഭാഷ ഏത്? ഉത്തരം: പ്രാകൃതം. അശോകന്റെ കലാശാസനങ്ങൾ എഴുതിയ ഭാഷ പ്രാകൃതം. അടുത്ത ചോദ്യം: ഭരണഘടനയിൽ സെക്കുലാർ എന്നത് ചേർത്തത് ഏത് ഭേദഗതിയിലൂടെ? ഭരണഘടനയിൽ സെക്കുലാർ എന്ന പദം ചേർത്തത് ഏത് ഭേദഗതിയിലൂടെ? ഉത്തരം: 42-ാം ഭേദഗതി 1976. ഭരണഘടനയിൽ സെക്കുലാർ എന്ന പദം ചേർത്തത് 42-ാം ഭേദഗതി 1976. അടുത്ത ക്വസ്റ്റ്യൻ: പഞ്ചഭൂതങ്ങളിൽ ആകാശം പ്രതിനിധാനം ചെയ്യുന്നത് എന്താണ്? പഞ്ചഭൂതങ്ങളിൽ ആകാശം പ്രതിനിധാനം ചെയ്യുന്നത് എന്താണ്? ഉത്തരം: ശബ്ദം. പഞ്ചഭൂതങ്ങളിൽ ആകാശം പ്രതിനിധാനം ചെയ്യുന്നത് ശബ്ദത്തെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: കേരള നിയമസഭയുടെ ആദ്യ സ്പീക്കർ ആര്? കേരള നിയമസഭയുടെ ആദ്യ സ്പീക്കർ ആര്? ഉത്തരം: R. ശങ്കർ. കേരള നിയമസഭയുടെ ആദ്യ സ്പീക്കർ R. ശങ്കർ. അടുത്ത ക്വസ്റ്റ്യൻ: ജലരഹിതമായ സോഡിയം കാർബണേറ്റ് അറിയപ്പെടുന്ന പേര്? ജലരഹിതമായ സോഡിയം കാർബണേറ്റ് അറിയപ്പെടുന്ന പേര്? ശരി ഉത്തരം: സോഡ ആഷ്. ജലരഹിതമായ സോഡിയം കാർബണേറ്റ് അറിയപ്പെടുന്ന പേര് സോഡ ആഷ്. ജലരഹിതമായ സോഡിയം കാർബണേറ്റ് അറിയപ്പെടുന്ന പേര് സോഡ ആഷ്. അടുത്ത ക്വസ്റ്റ്യൻ: ജലത്തിൽ ലയിക്കുന്ന അലോഹം ഏതാണ്? ജലത്തിൽ ലയിക്കുന്ന അലോഹം ഏതാണ്?
ശരി ഉത്തരം. ക്ലോറിൻ. ജലത്തിൽ ലയിക്കുന്ന അലോഹം ക്ലോറിൻ. ജലത്തിൽ ലയിക്കുന്ന അലോഹം ക്ലോറിൻ. അടുത്ത ക്വസ്റ്റ്യൻ. സ്വരാജ് എന്ന ആശയം പ്രചരിപ്പിച്ചത് ആര്? സ്വരാജ് എന്ന ആശയം പ്രചരിപ്പിച്ചത് ആര്? ശരി ഉത്തരം. ബാലഗംഗാധര തിലക്. സ്വരാജ് എന്ന ആശയം പ്രചരിപ്പിച്ചത് ബാലഗംഗാധര തിലക്. അടുത്ത ക്വസ്റ്റ്യൻ. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് എപ്പോൾ? സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് എപ്പോഴാണ്? ശരി ഉത്തരം. 1928. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് 1928. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് 1928. അടുത്ത ക്വസ്റ്റ്യൻ. ഖിലാഫത്ത് പ്രസ്ഥാനം കേരളത്തിൽ നേതൃത്വം നൽകിയത് ആര്? ഖിലാഫത്ത് പ്രസ്ഥാനം കേരളത്തിൽ നേതൃത്വം നൽകിയത് ആര്? ശരി ഉത്തരം. അലി മുസലിയാർ. ശരി ഉത്തരം. അലി മുസലിയാർ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയത് അലി മുസലിയാർ. അടുത്ത ചോദ്യം. സിവിൽ ഡിസൊബീഡിയൻസ് പ്രസ്ഥാനം ആരംഭിച്ച വർഷം? സിവിൽ ഡിസൊബീഡിയൻസ് പ്രസ്ഥാനം ആരംഭിച്ച വർഷം? ശരി ഉത്തരം. 1930. സിവിൽ ഡിസൊബീഡിയൻസ് പ്രസ്ഥാനം ആരംഭിച്ചത് 1930. സിവിൽ ഡിസൊബീഡിയൻസ് പ്രസ്ഥാനം ആരംഭിച്ചത് 1930. അടുത്ത ക്വസ്റ്റ്യൻ. മോഡറേറ്റുകൾ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? മോഡറേറ്റുകൾ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ശരി ഉത്തരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ആദ്യകാല ശാന്തവാദികളായ നേതാക്കൾ. മോഡറേറ്റുകൾ എന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ആദ്യകാല ശാന്തവാദികളായ നേതാക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് പ്രക്ഷോഭത്തോടൊപ്പം? സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് പ്രക്ഷോഭത്തോടൊപ്പം? ശരി ഉത്തരം. ബംഗാൾ വിഭജനത്തോട് അനുബന്ധിച്ച്. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ബംഗാൾ വിഭജനത്തോട് അനുബന്ധിച്ച് 1905. ബംഗാൾ വിഭജനം 1905. അടുത്ത ക്വസ്റ്റ്യൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആര്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആര്? ശരി ഉത്തരം. സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഭാഷാദിനം സെലിബ്രേറ്റഡ് ഓൺ. ഇന്ത്യയുടെ ഭാഷാദിനം ആഘോഷിക്കുന്നത് എന്ന്? ശരി ഉത്തരം. സെപ്റ്റംബർ 14. ഈ ദിവസം തന്നെയാണ് ഹിന്ദി ദിനം. ഇന്ത്യയുടെ ഭാഷാദിനം സെപ്റ്റംബർ 14 അഥവാ ഹിന്ദി ദിനം. അടുത്ത ക്വസ്റ്റ്യൻ. ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ശരി ഉത്തരം. ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ്. സത്യമേവ ജയതേ വരി എവിടെ നിന്നാണ് എടുത്തത്? സത്യമേവ ജയതേ വരി എവിടെ നിന്നാണ് എടുത്തത്? ശരി ഉത്തരം. മുണ്ടകോപനിഷത്ത്. ശരി ഉത്തരം. മുണ്ടകോപനിഷത്ത്. സത്യമേവ ജയതേ എന്ന വരി എടുത്തത് മുണ്ടകോപനിഷത്ത്. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി 3 തവണ ആയ വ്യക്തി ആര്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി 3 തവണ
പ്രധാനമന്ത്രിയായ വ്യക്തി ആര്? ശരി ഉത്തരം ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി 3 തവണയായ വ്യക്തി ഇന്ദിരാഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ. 2024 കേരള നിയമസഭാ സ്പീക്കറായി ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? 2024 കേരള നിയമസഭാ സ്പീക്കറായി ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ശരി ഉത്തരം എം ഷംസീർ. 2024 കേരള നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് എൻ ഷംസീർ. അടുത്ത ക്വസ്റ്റ്യൻ. 2024 ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ? 2024 ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ? ശരി ഉത്തരം പാരീസ്. 2024 ഒളിമ്പിക്സ് നടക്കുന്നത് പാരീസിൽ വെച്ച്. 2024 ഒളിമ്പിക്സ് നടക്കുന്നത് പാരീസിൽ. അടുത്ത ക്വസ്റ്റ്യൻ. G20 2023 സമിതി അംഗം വഹിച്ച രാഷ്ട്രം. G20 2023 സമിതി അംഗത്വം വഹിച്ച രാഷ്ട്രം. ശരി ഉത്തരം ഇന്ത്യ. 2023 G20 സമിതി അംഗത്വം വഹിച്ച രാഷ്ട്രം ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ 5G സേവനം ആരംഭിച്ച നഗരം. ഇന്ത്യയിലെ ആദ്യ 5G സേവനം ആരംഭിച്ച നഗരം. ശരി ഉത്തരം ഡൽഹി. ഇന്ത്യയിലെ ആദ്യ 5G സേവനം ആരംഭിച്ച നഗരം ഡൽഹി. ഇന്ത്യയിലെ ആദ്യ 5G സേവനം ആരംഭിച്ച നഗരം ഡൽഹി. അടുത്ത ചോദ്യം. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് ഏത് ഭാഗത്ത്? ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് ഏത് ഭാഗത്ത്? ശരി ഉത്തരം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ. ശരി ഉത്തരം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ. 2024 കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? 2024 കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ശരി ഉത്തരം KN ബാലഗോപാൽ. 2024 കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചത് KN ബാലഗോപാൽ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ശരി ഉത്തരം അജയ് ബാബു. ശരി ഉത്തരം അജയ് ബാബു. കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അജയ് ബാബു. അടുത്ത ക്വസ്റ്റ്യൻ. കണ്ണൂരിൽ നിലവിൽ വന്ന പുതിയ അന്താരാഷ്ട്ര ഫിലിം സിറ്റി. കണ്ണൂരിൽ നിലവിൽ വന്ന പുതിയ അന്താരാഷ്ട്ര ഫിലിം സിറ്റി. ശരി ഉത്തരം മാങ്ങാട് ഫിലിം സിറ്റി. ശരി ഉത്തരം മാങ്ങാട് ഫിലിം സിറ്റി. കണ്ണൂരിൽ നിലവിൽ വന്ന പുതിയ അന്താരാഷ്ട്ര ഫിലിം സിറ്റിയാണ് മാങ്ങാട് ഫിലിം സിറ്റി.
അടുത്ത ക്വസ്റ്റ്യൻ, ലോക ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആര്? ലോക ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആര്? ശരി ഉത്തരം അജയ് ബംഗ. ലോക ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് അജയ് ബംഗ. ലോക ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് അജയ് ബംഗ. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ്. ശരി ഉത്തരം ഫ്ലോറിൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ഫ്ലോറിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറവുള്ള മൂലകമാണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറവുള്ള മൂലകമാണ്. ശരി ഉത്തരം ഫ്രാൻസിയം. ശരി ഉത്തരം ഫ്രാൻസിയം. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറവുള്ള മൂലകമാണ് ഫ്രാൻസിയം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ. ശരി ഉത്തരം ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുന്നു. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ആവർത്തന പട്ടികയിൽ ഇടത് നിന്ന് വലത്തോട്ട് നീങ്ങിയാൽ. ആവർത്തന പട്ടികയിൽ ഇടത് നിന്ന് വലത്തോട്ട് നീങ്ങിയാൽ. ശരി ഉത്തരം ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുന്നു. ആവർത്തന പട്ടികയിൽ ഇടത് നിന്ന് വലത്തോട്ട് നീങ്ങിയാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുന്നു. തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന നാണയം. തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന നാണയം. ഉത്തരം അനന്തരായി. തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന നാണയം അനന്തരായി. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ PSC സെലക്റ്റഡ് ക്വസ്റ്റ്യൻസുമായി കാണുന്നതുവരെ ഗുഡ് ബൈ ഫ്രണ്ട്സ്. താങ്ക് യു ഓൾ.